ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധികളടക്കം ആയിരക്കണക്കിന് പ്രതിനിധികളും പ്രദർശകരുമാണ് 20ാമത് ഗൾഫ് ഫുഡിൽ എത്തിയിരിക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇത്തവണ കൂടുതൽ പവലിയനുകൾ ഒരുക്കിയാണ് ലോകത്തെ വിവിധ രുചികളും ഭക്ഷണ സാധന സാമഗ്രികളും പരിചയപ്പെടുത്തുന്നത്. ഭക്ഷണ സാധനങ്ങൾ, ഹോട്ടൽ, റെസ്റ്റോറന്റ്, പാനീയങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായി തിരിച്ചാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. രാജ്യങ്ങൾക്കും പ്രത്യേക വേദികൾ ഇത്തവണയുണ്ട്. മലയാളികളുടെ നേതൃത്വത്തിലുള്ള ബ്രാൻഡുകളും ഇത്തവണ ഗൾഫ് ഫുഡിൽ സാന്നിധ്യം അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം അപേക്ഷിച്ചിട്ട് സ്റ്റാർട്ടിംഗ് ഡേയിൽ തന്നെ ഇത്തവണ കൂടുതൽ നല്ല റെസ്പോൺസ് ഉണ്ട്. ആൾക്കാർ കൂടുതലുണ്ട്, നല്ല ലീഡ്സ് കിട്ടുന്നുണ്ട്, നല്ല റെസ്പോൺസാണ് മൊത്തത്തിൽ. തത്സമയ പാചകം, കേക്കുണ്ടാക്കൽ തുടങ്ങിയ വിവിധ മത്സരങ്ങളും ഈ മാസം 12 വരെ നീണ്ടു നിൽക്കുന്ന ഗൾഫ് ഫുഡിൽ അണിനിരക്കും. ഞങ്ങൾക്ക് ഈ 5 വർഷം കൊണ്ട് വളരെ നല്ല സെയിലിൽ വളരെ നല്ല പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിലും ഞങ്ങളുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു പുതിയ ഡിവിഷൻ, പ്രൈഡ് ഇന്ത്യ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു പുതിയ ഡിവിഷൻ നമ്മൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ RG ഫുഡ്സ് എന്നുള്ള ലേബിളിൽ നമ്മളെ ട്രഡീഷണൽ സ്നാക്സ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാനാണ് നമ്മുടെ അടുത്ത ഒരു പ്ലാൻ. വിത്തിൻ 2 months നമ്മളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കുന്നതാണ്. 250 ദിർഹമാണ് പ്രവേശന നിരക്ക്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.